ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. CMDയുടെ കീഴിൽ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി കോട്ടയ്ക്കൽ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിവിധ തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റെഗുലർ ബേസിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതാണ്. ഓൺലൈനായിട്ട് CMDയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 20/1/2025 ആണ്. ജനുവരി മാസം 20-ാം തീയതിയാണ്. ലാബ് ടെക്നീഷ്യൻ, ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ജനറൽ ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലും SC, ST, OBC, PH കാൻഡിഡേറ്റ്സിന് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 101/2024 ലാബ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റാണ്. ഇതിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ പാസ് ഇൻ VHSC MLT കോഴ്സ് ഓർ പാസ് ഇൻ +2 വിത്ത് സയൻസ് ഗ്രൂപ്പ് ഓർ ഇക്വിവാലൻറ്റ് ക്വാളിഫിക്കേഷൻ, pass in diploma in medical laboratory technology course conducted in Medical College of Kerala or its equivalent qualification, a valid Kerala Paramedical Council registration. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 35,600 മുതൽ 75,400 രൂപ വരെയാണ് ഇതിന് ശമ്പളം ലഭിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 1 വേക്കൻസി പ്ലസ് 1 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി കൂടിയുണ്ട്. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. SC, ST കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. 102/2024 ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ SSLCയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. 26,500 മുതൽ 60,700 രൂപ വരെയാണ് ഇതിന് ശമ്പളം ലഭിക്കുന്നത്. 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 500 രൂപ, SC, ST കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് 300 രൂപ. അടുത്തത് 201/2024 ക്ലർക്ക് പോസ്റ്റാണ്. ഇത് SC കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. SSLCയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് ലഭിക്കുന്ന ശമ്പളവും 26,500 മുതൽ 60,700 വരെയാണ്. 41 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റ് SC കാൻഡിഡേറ്റ്സിന് മാത്രം റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് 202/2024 LD ടൈപ്പിസ്റ്റ് പോസ്റ്റാണ്. ഇത് SC കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. 1 വേക്കൻസിയാണ് ഉള്ളത്. SSLCയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. കൂടാതെ KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വിവാലന്റ്, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വിവാലന്റ്, IMC സർട്ടിഫിക്കറ്റ് ടൈപ്പ് റൈറ്റിംഗിൽ IMC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. അതേപോലെ തന്നെ KGT ടൈപ്പ് റൈറ്റിംഗ് 2002 ജനുവരി മാസത്തിന് മുന്നേ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അതിനോടൊപ്പം നിങ്ങളായിട്ട് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യണം. 26,500 മുതൽ 60,700 രൂപയാണ് ഈ പോസ്റ്റിലേക്കുള്ള ശമ്പള സ്കെയിൽ വരുന്നത്. 41 വയസ്സ് വരെയുള്ള SC കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 300 രൂപയാണ് ഈ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. അടുത്തത് കാറ്റഗറി നമ്പർ 203/2024 ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SSLCയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. കൂടാതെ പാസ് ഇൻ മാസ്റ്റേഴ്സ് ട്രെയിനിങ് കോഴ്സ് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. 27,900 മുതൽ 63,700 വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത്. 41 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 300 രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത്. ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന പോസ്റ്റ് SC കാൻഡിഡേറ്റ്സിന് മാത്രം റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്.
അടുത്തത് 301/2024 LD ടൈപ്പിസ്റ്റ് പോസ്റ്റ് PH കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇത് റിസർവ് ചെയ്തിട്ടുള്ളത്. SSLCയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് സർട്ടിഫിക്കറ്റ്. KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് IMC സർട്ടിഫിക്കറ്റ്സ് ആക്സെപ്റ്റഡ് അല്ല. കൂടാതെ 2002 ജനുവരിക്ക് മുന്നേ KGTE ടൈപ്പ് റൈറ്റ് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. 26,500 മുതൽ 60,700 വരെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് സ്കെയിൽ വരുന്നത്. 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയും SC ST കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് 300 രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഓൺലൈനായിട്ട് CMDയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണ്, ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക. ഏതൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് മുന്നേയും ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ജനുവരി മാസം 20-ാം തീയതിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.